ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുമാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. ഇനി നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ മേടിച്ച് ഇതേപോലെ സ്റ്റോർ ചെയ്യുമ്പോഴത്തേനും അത് ചീത്തയായി പോകാതിരിക്കാൻ കുറച്ച് വാസലിൻ ഒന്ന് തൊട്ട് അതിൻ്റെ ആ ഞെട്ട് ഭാഗത്തൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ കുറേ നാൾ വരെ നമുക്ക് തക്കാളി കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ തക്കാളിയിലും ഇതേപോലെ ആ ഞെട്ട് ഭാഗത്തൊന്ന് വാസലിനൊന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് കുറേ ദിവസം വരെ നമുക്ക് തക്കാളി കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ പുറത്ത് വെക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ഇതേപോലെ നേന്ത്രപ്പഴമൊക്കെ മേടിക്കുമ്പോഴത്തേനും ഇതേപോലെ പെട്ടെന്ന് കറുത്ത് പോകും. അത് നമ്മൾ പ്ലാസ്റ്റിക് കവറിനകത്ത് വെക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് കറുത്ത് പോകുന്നത്. അതല്ല എങ്കിൽ നമുക്ക് പെട്ടെന്ന് കറുത്ത് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ഇതേപോലത്തെ പേപ്പർ കവറുണ്ടല്ലോ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ പഴമൊന്നും കറുത്ത് പോകത്തില്ല. അപ്പോൾ ഇതേപോലെ കട്ടിയുള്ള പേപ്പർ കവറിനകത്ത് ഇട്ട് വയ്ക്കുക. അപ്പോൾ നമുക്ക് കുറേ ദിവസം വരെ പഴം കറുത്ത് പോകാതെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല, ഇതൊന്നും പുറത്ത് തന്നെ വെച്ച് നമുക്ക് ഇതേപോലെ കറുത്ത് പോകാതെ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ ഇതേപോലെ കറുത്ത് പോകുന്നത് നമ്മൾ പ്ലാസ്റ്റിക് കവറിനകത്തൊക്കെ ഇട്ടിട്ട് നമ്മൾ അതേപോലെ കൊണ്ട് വയ്ക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് ഇതേപോലത്തെ കവറിനകത്തൊക്കെ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പഴം കറുത്ത് പോകും. അപ്പോൾ നമ്മൾ ഇതേപോലെ കട്ടിയുള്ള നല്ല പേപ്പർ കവറിനകത്ത് ഇട്ട് വെച്ചാൽ കുറേ ദിവസം വരെ നമുക്ക് ഇതേപോലെ കറുത്ത് പോകാതെ പുറത്ത് സൂക്ഷിക്കാൻ പറ്റും. അതേപോലെ നമ്മൾ പച്ചമുളകൊക്കെ ഞെട്ട് കളഞ്ഞെടുക്കുക. അപ്പം പെട്ടെന്ന് ചീത്തയാവാതിരിക്കണമെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നമുക്കിത് പുറത്ത് വയ്ക്കാം. കുറേ ദിവസം വരെ ചീത്തയാകാതിരിക്കും. അപ്പോൾ ഇതേപോലെ ഞെട്ടെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം ഒരു സ്വല്പം എണ്ണ തടയി കൊടുക്കുക. നമ്മുടെ കയ്യിൽ ഒരു സ്വല്പം എണ്ണ ഒഴിച്ചിട്ട് ഈ പച്ചമുളകൊന്ന് എല്ലായിടത്തിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പച്ചമുളക് കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ പുറത്ത് എത്ര ദിവസം വേണേലും ഇതേപോലെ പച്ചമുളക് കിടന്നോളും. അതേപോലെ തന്നെ നല്ല കാറ്റ് കയറുന്ന സ്ഥലത്ത് വേണം വയ്ക്കാൻ. ഇതേപോലെ നമുക്ക് നിരത്തി ഇട്ട് കൊടുക്കാം. അതല്ല എങ്കിൽ ഇതേപോലെ ഒരു ചിരട്ട ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആ ചിരട്ട ഈർപ്പമൊക്കെ പിടിച്ചെടുത്തോളും, ചീത്തയാവത്തില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് കുറച്ച് പച്ചമുളകൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ സൂക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നാരങ്ങയൊക്കെ കൂടുതൽ മേടിച്ച് നമ്മൾ ഇതേപോലെ വെക്കുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലിയൊക്കെ കറുത്ത് നാരങ്ങയൊക്കെ വാടിപ്പോവും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ നാരങ്ങ ചീത്തയായി പോകും. പിന്നെ അത് നമുക്ക് പിഴിഞ്ഞ് കുടിക്കുന്നതിനൊന്നും കയ്പ്പായിരിക്കും. അപ്പോൾ അതിനൊന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ആകാതിരിക്കാൻ നമുക്ക് അതിൽ നല്ല നാരങ്ങ നോക്കി ഒരു പാത്രത്തിനകത്തിട്ടിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചിടുക. അപ്പം ഒരു മാസത്തോളം നമുക്ക് ഈ നാരങ്ങ വാടാതെ തൊലിയൊക്കെ ചീത്തയാവാതെ നല്ല ഫ്രഷായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് വെള്ളം മാറ്റി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതേപോലെ നാരങ്ങ നമുക്ക് എപ്പോഴും നല്ല ഫ്രഷായിട്ടിരിക്കാൻ വേണ്ടി ഇതേപോലെ ചെയ്താൽ മതി. അപ്പോൾ അല്ലെങ്കിൽ അതേപോലെ കറുത്തു പോകും. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, ഇതേപോലെ നമുക്ക് വെള്ളമൊന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്ക് പുറത്ത് വയ്ക്കാവുന്നതാണ്. അതേപോലെ തന്നെ ക്യാരറ്റ്, അപ്പോൾ അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും തൊലിയൊക്കെ വാടിയിട്ട് ചെത്തുമ്പം തന്നെ ഒരുമാതിരി അതിന് ടേസ്റ്റൊക്കെ കുറഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിലും ഇതേപോലെ നമ്മളൊരു പാത്രത്തിൽ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്ക് വെള്ളം മാറ്റി കൊടുത്താൽ മതി. കുറച്ച് ദിവസം ആകുമ്പോഴത്തേനും വെള്ളം ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പം എത്ര ദിവസം വേണേലും നമുക്ക് ഇതേപോലെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ വാടിയിട്ടുള്ള ഒരുമാതിരി ഇരിക്കത്തില്ല, അപ്പോൾ അതൊന്നും ഇല്ലാതെ നല്ല ഫ്രഷായിട്ട് തന്നെ ക്യാരറ്റ് നമുക്ക് ഇരിക്കും. കാരണം ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ഇതേപോലെ സൂക്ഷിക്കാവുന്നതാണ്. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ചിരട്ടയിൽ ഒരു ദ്വാരമുള്ള ചിരട്ട എടുക്കുകയാണെങ്കിൽ നമുക്ക് പച്ചമുളകാണെങ്കിലും കറിക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് ആ ചിരട്ടയ്ക്കകത്ത് ഇതേപോലെ കറിവേപ്പിലയൊക്കെ ഊരിയിട്ടിട്ട്
നമുക്ക് ടാപ്പിനകത്ത് കാണിച്ച് കഴുകിയാൽ തന്നെയും നമുക്ക് അതിൻ്റെ വെള്ളം അഴുക്ക് വെള്ളം അങ്ങ് പോയി കിട്ടും. എന്നാലും കറിവേപ്പിലയൊന്നും പുറത്ത് പോകാതെ നമുക്ക് പെട്ടെന്ന് ഇതേപോലെ ചിരട്ട ഉണ്ടെങ്കിൽ എല്ലാം കഴുകിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് പച്ചമുളക് എന്തിട്ട് വേണേലും പെട്ടെന്ന് നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ അതിന് ചിരട്ട ഉപകാരപ്പെടും. ഇങ്ങനെയൊക്കെയുള്ള ചിരട്ട നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇതേപോലെ കണ്ടോ ആ വെള്ളം അതിനകത്ത് പോവുകയും ചെയ്യും. കറിവേപ്പില ഒന്നും താഴെ വീഴത്തുമില്ല. അപ്പം എൻ്റെ ഈ ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.